ഞങ്ങളുടെ നാടൊരു നാട്ടുമ്പുറം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്കൊക്കെ ഈ ചേമ്പ് പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത് ഇതൊക്കെ ഒരു വീക്ക്നെസ് ആണ്. ഞങ്ങളുടെ ഇവിടങ്ങളിലുള്ള മിക്ക വീടുകളിലും ഒക്കെ രാവിലെയും വൈകുന്നേരം അത്താഴമൊക്കെ ആയിട്ട് നമ്മൾ കപ്പ പുഴുങ്ങിയതും കാന്താരി ഉടച്ചതും ഒക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. നാളെ ഷീജാൻ ഷാർജയിലേക്ക് പോയതുകൊണ്ട് മമ്മിയാണെങ്കിൽ ഒരു മൂട് കപ്പ പിഴുതു. എന്നാൽ നമുക്ക് ഇന്ന് വൈകുന്നേരം കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കപ്പയൊക്കെ പൊളിച്ച് ചേമ്പൊക്കെ പൊളിച്ചിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തൈര് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ കാന്താരിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇടികല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. കപ്പയ്ക്ക് ഇനി എന്ത് തന്നെ കൂട്ടാനുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ചതച്ചെടുത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തൈര് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കച്ചെമ്മീൻ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ തലയൊക്കെ ഒന്ന് ഇതുപോലെ ഞുള്ളിക്കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് ഞാൻ ഷാർജയിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ വലിയ അഴുക്കൊന്നുമില്ല. എന്നാലും 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ചെമ്മീൻ വീണ്ടും നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളിയും കാന്താരിയും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡിന്നറായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ചമ്മന്തിയും കപ്പയും ചേനയും കൂടെയുള്ള പുഴുക്കും തൈര് ചമ്മന്തിയായിരുന്നേ. കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ഷാർജയിലേക്ക് ഷീജാനെ കൊടുത്തു വിടാനായിട്ട് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കണം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ കൊടുത്തു വിടാനായിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. പച്ചമുളക്, ചേമ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതിനൊക്കെ ഭയങ്കര വിലയാണ് അവിടെ, പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് അവർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. മമ്മിക്കാണെങ്കിലും മുട്ടിന് തേയ്മാനമാണ്. അപ്പോൾ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒത്തിരി കുറവുണ്ട്. എന്നാലും ഞങ്ങൾ എരിക്കിലയിൽ കടുകെണ്ണ തേച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ കെട്ടി വെക്കാറുണ്ട്. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ കെട്ടി വെക്കും. എന്നിട്ടാണെങ്കിൽ കല്ലുപ്പും കിഴി കെട്ടിയിട്ടാണെങ്കിൽ അവിടെ നല്ല ചൂട് കൊടുക്കും. അപ്പോൾ നമ്മളോട് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുവാണ്. മുട്ടിന് തേയ്മാനമുണ്ട്, പക്ഷേ എന്നാലും ഇപ്പം അത്യാവശ്യം നല്ല കുറവായി വരുന്നുണ്ട്. മുട്ടുവേദനയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നാളെ രാവിലത്തേനുള്ള മാവ് ഞാൻ അരച്ചു വെച്ചു. നാളെ ഷീജാൻ പോവുകയാണല്ലോ, അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ കിച്ചണും ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കിടന്നു.